അമ്മ ഉണ്ടാക്കുമ്പോ എങ്ങനെയുണ്ടായിരുന്നു അറിയോ? അപ്പൊ വീഡിയോ ഫുള്ള് കാണണേ. ശരിയോ? ഇത് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. ഞങ്ങൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരി ഉണ്ടാക്കിയ ഒരു ക്രിസ്പി പഴംപൊരിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് 2 വാഴപ്പഴം, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് സോഡാപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാതും നമ്മളുടെ മൈദാപ്പൊടിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം, പിന്നെ തിളപ്പിച്ച് ആറിയ പാല്, പിന്നെ നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ, നമ്മുടെ പഴംപൊരിനെ വറുത്തെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള എണ്ണ, ഇതൊക്കെയാണ് വേണ്ടത്. നമ്മൾ മൈദാപ്പൊടിയിൽ പഴംപൊരിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഉപ്പ്, പഞ്ചസാര, സോഡാപ്പൊടി ഇതെല്ലാം അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഇതിൽ തിളപ്പിച്ചാറിയ പാലൊഴിക്കാം. എൻ്റെ കൂട്ടുകാർ ഈ ഒരു സ്റ്റെപ്പ് മാത്രം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തിളപ്പിച്ചാറിയ പാലാണ് യൂസ് ചെയ്യൽ. അപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കി നോക്കൂ. വെള്ളം വേണം, വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവണം. കട്ട കെട്ടിയിട്ടൊന്നും നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒത്തിരി തിക്കും ആവരുത്. ഈ ഒരു ലെവലിൽ കിട്ടുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ സൈദുത്താൻ്റെ അരിപ്പൊടി, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഈ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒരു 1-1.5 സ്പൂൺ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സൈദു കുക്കിംഗ് എന്ന കുക്കിംഗ് ചാനലിൽ, യൂട്യൂബിന് കുക്കിംഗ് ചാനലിൽ ഇതിൻ്റെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി മാത്രമല്ല, ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ്, എല്ലാ സ്നാക്സ് ഐറ്റംസ്, കറി വിഭവങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൽ കാണാൻ പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ സൈദു കുക്കിങ്ങിൽ പോയി നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വാഴപ്പഴം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. വലുതായിട്ടോ ചെറുതായിട്ടോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുമാതിരി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൈയൊന്നും മുറിയരുത്. അങ്ങനെ ഞാൻ വാഴപ്പഴമൊക്കെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് പാനിനെ ഒന്ന് ചൂടാക്കാം. പാനിലുള്ള വെള്ളം, അതായത് വെള്ളത്തിൻ്റെ ഈർപ്പത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ആ വെള്ളം പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് നമുക്ക് റിസ്ക് ഫാക്ടറാണ്. അതുകൊണ്ട് നന്നായി ചൂടായതിന് ശേഷം, നന്നായി ചൂടായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ഓയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഓരോ പഴത്തിൻ്റെ പീസും അതിൽ മുക്കിയെടുത്തിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ പൊള്ളാതെ നോക്കണം, സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ സ്റ്റിമ്മിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഓരോ പഴങ്ങളും ബാറ്ററിൽ മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഒരു മീഡിയം ലെവലിലാണ് ഇതിനെ ഓരോന്നിനെയും വേവിച്ചെടുക്കുന്നത്. ഒത്തിരി സ്റ്റിമ്മും ആക്കിയിട്ടില്ല, ഒത്തിരി ഹെവി ആക്കിയിട്ടില്ല. ഹെവി ഫ്ലെയിമിൽ വെക്കുകയാണെച്ചെങ്കിൽ, ഫുൾ ഫ്ലെയിമിൽ വെക്കുകയാണെച്ചെങ്കിൽ പഴംപൊരി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കങ്ങനെ കരിഞ്ഞു പോകുന്നു വേണ്ട, ഏകദേശം ഈ ഒരു രീതിയിൽ വന്നാൽ മതി. നമ്മുടെ പഴംപൊരി
നല്ല സെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഇത് വെറുതെ തന്നെ ചൂടോളം ഊതി ഊതി അങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മുടെ റിച്ചു റൂബിയൊക്കെ കൊതി വിട്ട് തുടങ്ങി പഴംപൊരിയുടെ സ്മെല്ല് കാരണം. അപ്പോൾ എങ്ങനെയാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വെറുതെ വീട്ടിലിരിക്കുന്ന ടൈമിൽ, ഈവനിങ് ടൈമിലോ മോർണിംഗ് ടൈമിലോ എപ്പോഴാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ തണുപ്പ് സീസൺ ആണല്ലോ, അപ്പോൾ ചായയുടെ കൂടെ ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയാണ്. താങ്ക് യു സൈദുത്ത ഫോർ ദിസ് റെസിപ്പി. അപ്പോൾ നമ്മുടെ ചുടു ചുടു ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടൻ ചായയും പഴംപൊരിയും ഞങ്ങളൊന്ന് പോയി കഴിക്കട്ടെ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെന്താ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. Thank you so much.